ഹീനമായ, മനസ്സിലാക്കാൻ പറ്റാത്തത്ര മഹാ ഔന്നത്യത്തിൽ വസിക്കുന്ന ആ ദൈവം മനുഷ്യനാകുമ്പോൾ ആ ദൈവത്തിന് വന്ന് പിറക്കാൻ ഏറ്റവും നല്ലതായി ദൈവം കണ്ട ഒരു ഉദരം ഈ അമ്മയുടെ ഉദരമായിരുന്നെങ്കിൽ, ഈ ലോകത്തിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഈ വ്യക്തി ആയിരുന്നെങ്കിൽ, ആ വ്യക്തി എത്രയോ ഔന്നത്യമുള്ള ഒരാളാണ്. ആ വ്യക്തി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ആ വ്യക്തിയെ നിന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതിന് തുല്യല്ലേ? ആ വ്യക്തി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളെ പോലെയോ, വഴിയിൽ പിച്ചയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെയോ പുച്ഛിച്ച് അവരെ പോലും പുച്ഛിക്കരുത്. പക്ഷെ അവരെ കാണുന്നത് പോലെ, അല്ലെ അവരെ പുച്ഛിക്കുന്നത് പോലെ, ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ, സ്വർഗം ഇത്രയും മഹാ ഔന്നത്യം കൊടുത്ത് ഉയർത്തിയ മഹിളാരത്നത്തെ നിന്ദിക്കുന്നവർ എത്രയോ വലിയ പാപത്തിലാണെന്ന് ഹൃദയവേദനയോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പാപമാണ്, മഹാപാപമാണ്. ആ പാപത്തിൽ ആരും പെടും. ക്രിസ്തുവിന്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ പറഞ്ഞാൽ എനിക്ക് നോവും. അങ്ങനെയാണെങ്കിൽ തമ്പുരാന് ജന്മം കൊടുത്ത അമ്മയെ പറഞ്ഞാൽ അവന് നോവുമെന്ന് എൻ്റെ പരിശുദ്ധ അമ്മയെ മാനിക്കാത്ത സഹോദരങ്ങളെല്ലാം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ പ്രസവിക്കാൻ തിരഞ്ഞെടുത്ത ഈ അമ്മയെ നിന്ദിക്കുന്നത് പാപമല്ല, മഹാപാപമാണ്. ചെറിയ പാപമല്ല, വലിയ പാപമാണ്. അനുദപിക്കണം, ഏറ്റുപറയണം, ഒരിക്കലും നിന്ദിക്കണം. സ്വന്തം അമ്മയെ ബഹുമാനിക്കുന്നവർക്ക് മാതാവിനെ ബഹുമാനിക്കാൻ പറ്റും. ലൂക്കാസ് വിശേഷത്തിലാണ് 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എന്താണ് ഈ വചനത്തിന്റെ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അറിയാവുന്ന ഭാഗങ്ങളാണ്. ദൂതൻ വന്ന് ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ആലോചിച്ചു നോക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും. അവിടെ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം. ഇനി നിങ്ങൾ വേഗത്തിൽ പോകരുത്, ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഓടരുത്, നിൽക്കുക. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഹ്യൂമൻ ലോജിക്ക് വെച്ച് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പെൺകുട്ടി ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയിൽ ഈ കല്യാണം നടക്കും. കല്യാണം നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകും. സ്വാഭാവികമായും ഈ പെൺകുട്ടി ഗർഭിണിയാവും. അപ്പോ 1-2 കൊല്ലത്തിനിപ്പുറം നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആവണം ദൂതൻ പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ഇവൾക്ക് മനസ്സിലായില്ല? അതാണ് എൻ്റെ ചോദ്യം. സ്വാഭാവികമായും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഒന്ന് പറയുന്നത്, ഒരു കുട്ടിയുണ്ടാവും എന്ന് പറയുമ്പോൾ നാളെ ഉണ്ടാവും എന്നതിനർത്ഥമില്ല. പ്രത്യേകിച്ച് അബ്രഹാമിന്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അബ്രഹാമിന് ഇപ്രകാരം ഒരു ദൂതൻ ഒരു അരുളപ്പാട് കൊടുത്തിട്ട് കുട്ടിയുണ്ടാവുന്നത് 25 വർഷം കഴിഞ്ഞിട്ടാണ്. തിരുവെഴുത്തുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക്
ഇപ്രകാരം ദൂതൻ വന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവും. അത് നാളെയോ അടുത്ത മാസമോ 10 മാസം കഴിഞ്ഞോ ഉണ്ടാകുമെന്നാവണമെന്നില്ല. ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ്. ഇത് ദൂതാണ്, ഇത് വാഗ്ദാനമാണ്. വാഗ്ദത്തം പെട്ടെന്ന് ഇടുപിടിയിൽ നിന്ന് നിറവേറണമെന്നൊന്നുമില്ല. എൻ്റെ സംശയം, എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന, വിവാഹം 100% നടക്കാൻ പോകുന്ന ഒരു ഭർത്താവായി ഒരാളെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണ്, ഇതെങ്ങനെ നടക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ഞാൻ പുരുഷനെ അറിയില്ലെന്ന് ഒരാജന്മവ്രതം എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ നിത്യകന്യക എന്ന് വിളിക്കുന്നത്? ആജീവനാന്തം തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷവും കന്യകാത്വം പാലിച്ചു കൊള്ളാമെന്ന് പരസ്പരം സമ്മതിച്ച് തീരുമാനമെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ പറയുന്നുണ്ട്, സഹോദരിയായ ഒരു സ്ത്രീയെ, കന്യകയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കുന്ന കാര്യത്തെ, സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ. എന്നാൽ ഒരു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു പെൺകുട്ടിയെ കന്യകയായി തന്നെ സൂക്ഷിച്ച് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരുന്ന പുരുഷന്മാർ, അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആജീവനാന്തം ഞാൻ കന്യകയായിരിക്കുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രതിജ്ഞ ചെയ്ത ഒരു പെൺകുട്ടി, അവൾക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാൻ ഒരിക്കലും സാധ്യതയില്ല. പുരുഷനെ അറിയാൻ പോണില്ല. പുരുഷ സംബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാവും? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. വിദൂര സ്വപ്നങ്ങളിൽ പോലും സംഭവിക്കുമെന്ന് കരുതാൻ വയ്യ. ഒരിക്കലും നടക്കില്ല, സംഭവിക്കില്ല. ഇംപോസിബിൾ, അസാധ്യം, അസാധ്യം. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? പറ. നടക്കില്ല, 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 നടക്കില്ല. 1000 തവണ നടക്കില്ല. ദൂതൻ പറഞ്ഞു, നടക്കും, നടക്കും. ഒരു കാരണവശാലും നടക്കില്ലെന്നോ നടത്തില്ലെന്നോ ലോകം പറഞ്ഞത് നടത്താൻ ഇറങ്ങി വരുന്ന ഒരാള് നിന്റെ മേൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സുമടുത്ത ആരെങ്കിലും ഈ ദിവസം ദൈവത്തിന്റെ വചനത്തിന് കാത് കൊടുക്കുന്നുണ്ടെങ്കിൽ, നടക്കില്ലെന്ന് ഒരുപാട് പേര് നിന്നോട് പറഞ്ഞ 100 കണക്കിന് കാര്യങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട്. നടക്കും, നടത്തും. നടത്താൻ പറ്റുന്ന ഒരുത്തൻ ഇറങ്ങി വരും, ഇറങ്ങി വരും. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, അറിയില്ല, അറിയാൻ പോണില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മോളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മൗനം ഭജിച്ചും നിരാശപ്പെട്ടും വാവൂട്ടിയും നിൽക്കുന്ന മർത്യജന്മങ്ങളുടെ നിരാശാജനകമായ മനസ്സിന്റെ ഇരുട്ടിന്റെ മീതെ ഒരു പ്രകാശധാരയായി ഈ വചനം ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit, the mighty power of the Holy Spirit will come upon you. നിന്റെ മേൽ വരും. സത്യം, 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 സത്യം. 1000 തവണ സത്യം. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശക്തിയുള്ള ഒരുവനെ നാം വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അമ്മ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠങ്ങളിലൊന്ന്, ആത്മാവ് നിന്റെ ബലഹീന ജീവിതത്തിന്റെ മേൽ വന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് നീ പറഞ്ഞതും മറ്റുള്ള മനുഷ്യർ പറഞ്ഞതുമായ കാര്യങ്ങളെ നടത്തിത്തരാൻ അവന് ശക്തിയുണ്ട്. അടുത്തു പോവല്ലേ,
നിരാശപ്പെടരുത്, തോറ്റുകൊടുക്കരുത്. നമ്മൾ മുന്നോട്ട് പോവും. തോൽപ്പിക്കാൻ പറ്റാത്തൊരു ദൈവശക്തി നിന്റെ മേൽ വരാനുണ്ട്. ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരാത്മാവിൻ്റെ പ്രഭാവം നിന്റെ മേൽ ഇറങ്ങി വരാനുണ്ട്. ഒരു ദൈവശക്തി നിന്റെ മേൽ നിറയാനുണ്ട്. സിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും 120 പേർ സമ്മേളിച്ചിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് അഗ്നിജ്വാലകളായി വന്നിറങ്ങിയത് ഈ സ്വർഗത്തിന്റെ അതുല്യമായ അത്യുന്നത ശക്തിയാണ്. The mighty power of the Holy Spirit. ആ ശക്തി നിന്റെ മേൽ വരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ പറയുന്ന മറ്റൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നെ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ 100 അല്ല 101% ബോധ്യത്തോടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സത്യം നിങ്ങളോട് പങ്കുവെക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അപ്പൊ ഈ അമ്മ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഈ പെൺകുട്ടി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൂതന്റെ മറുപടി നിനക്കറിയാൻ പാടില്ല. നിന്റെ നാട്ടിലുള്ള മനുഷ്യർക്കോ നിന്റെ കൂട്ടുകാർക്കോ ഉറ്റ ബന്ധുക്കൾക്കോ ഇനിയിപ്പോൾ നീ കാണാൻ പോകുന്ന എലിസബത്തിന് ഒന്നും ഒരുപക്ഷെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അങ്ങനെ ഒരു കുട്ടി ജനിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വാക്യം 35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 1000 തവണ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് നടക്കണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മക്കള് വഴിതെറ്റി പോകുമ്പോൾ, വീട്ടില് അപ്പടി ദുരിതങ്ങൾ പെരുകുമ്പോൾ, നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ മുറുകി വരുന്ന സമയത്ത്, ഒരു നീരാളിപ്പിടുത്തത്തിന്റെ നടുവിൽ ശ്വാസം കിട്ടാതെ വലയുന്ന നേരത്ത് 1000 തവണ പറയണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എനിക്ക് അസാധ്യമാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല. എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും. എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും. എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസാരപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഈ നിസാരപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ പോകുന്നത് ഈ വെളിപ്പെടുത്തലുകൾ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ ഇത് ഈ അമ്മയിലേക്ക് ഇങ്ങനെ ഒരു ബോധ്യം വന്ന് നടന്നു. ഇനി നിങ്ങൾ കേൾക്കുക, ഒരു വചനമാണിത്. നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, കർത്താവേ, എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? പോട്ടെ, ഒരു 10 തവണ പറഞ്ഞാൽ പോരെ? ഇതിനാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ, ഉത്തരം ഇതാണ്. അതായത് ഈ വാക്കുകൾ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയുടെ കാതുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വയറ്റിന്ന് തമ്പുരാൻ പുറത്തു വന്നു. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഈ വാക്കുകൾ ഒരു സാധാരണ നസറത്തിലെ ഒരു കൊച്ചു യഹൂദ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് കയറിയപ്പോ അവരുടെ ഉദരത്തിൽ ദൈവം വന്ന് പിറന്നു. നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത്? നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത്? കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ ശക്തിയിൽ ദൂതൻ വന്ന് പറഞ്ഞത്, എലിസബത്ത് പറഞ്ഞത് രക്ഷയുടെ ആരംഭ വചനങ്ങളാണ്. ഈ വചനങ്ങളാണ് പുത്രന്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത്. പവർ ഉണ്ടാ വാക്കിന്, പവർ. നിന്റെ ജീവിതത്തിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ സമൂഹ ജീവിതത്തിന്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ
ആരംഭവചസ്സുകളാണത്. അത് പറയാൻ മടിക്കല്ലേ, പറഞ്ഞുകൊണ്ട് നടക്കണം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അപ്പൊ ഈ ആരംഭ ഭാഗത്ത്, നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത് ഈ വാക്കുകളാണ്. ഈ വാക്കുകൾ അവിടെ കാതിലോട്ട് കയറി. ആ വാക്ക് അവള് സ്വീകരിച്ചു. അവള് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഐ സേ ആമേൻ ടു യുവർ വേർഡ്, ഐ സേ യെസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ഐ സേ യെസ്. വചനത്തിന് അവൾ ആമേൻ പറഞ്ഞു. യെസ്, ഞാൻ ഈ വചനം സ്വീകരിക്കുന്നു, ഇത് കർത്താവിന്റെ വചനമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ കാതി കയറി അവരുടെ ഉദരത്തിൽ ചെന്നു. ദൈവം അവളിൽ വന്ന് ജനിച്ചു. ഇതെന്നിൽ സംഭവിക്കും, നിങ്ങളിൽ സംഭവിക്കും. നമ്മളിലൂടെ ക്രിസ്തു പുറത്തു വരണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം കയറി ഇറങ്ങി വസിക്കണം. എലിസബത്തിനെ കാണുന്ന സമയത്ത് എലിസബത്ത് പറയുന്ന ഒരു വാക്യം, 45-ാമത്തെ വാക്യം 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് ഈ പെൺകുട്ടിയെ ആ നാളുകളിൽ ജീവിച്ചിരുന്ന മറ്റേത് യഹൂദ പെൺകുട്ടിയിൽ നിന്നും വ്യത്യസ്തയാക്കിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: കർത്താവ് അരുളി ചെയ്തതെല്ലാം നടക്കും എന്ന് അവൾ വിശ്വസിച്ചു. കണ്ണും പൂട്ടി ഈ പുസ്തകം, ഈ വചനം, ഇത് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് അവൾ പറഞ്ഞു, ഇതിനകത്ത് എഴുതപ്പെട്ടതെല്ലാം നടക്കും. സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും അവൾ രംഗത്ത് വന്ന് ഞാൻ യേശുവിൻ്റെ അമ്മയാണെന്ന അവകാശവാദവുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറഞ്ഞിരുന്നൊരു സ്ത്രീ അപ്പം വർദ്ധിപ്പിച്ചപ്പോ അവൾ വന്ന് മുമ്പിലൊരു കസേരയിട്ട് ഇരുന്നില്ല. അത്ഭുതം ചെയ്തപ്പോ അതെന്റെ മകനാണെന്ന് അവകാശവാദം പറയാൻ ഈ സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. ആകെ ഒരു സമയത്താണ് പിന്നീട് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അത് മകൻ കുരിശുമെടുത്തുകൊണ്ട് ആരുമില്ലാതായ ഒരു യാത്രയിലാണ് ഈ അമ്മ അവന്റെ പിന്നാലെ പോകുന്നതും കുരിശിന്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും. മകന്റെ പ്രതാപകാലത്തോ മകൻ അത്ഭുതം ചെയ്ത് നടക്കുമ്പോഴോ മകനെ കുറിച്ച് ആളുകൾ നന്മ പറയുന്ന ജനാവലിയുടെ നടുവിലോ ഒന്നും അവകാശവാദവും പറഞ്ഞ് ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. അവളെന്ത് ചെയ്തു? കുരിശിന്റെ ചുവട്ടിൽ മാത്രം നിന്നു. സഹിക്കാൻ വേണ്ടി മകന്റെ കൂടെ നിന്നു. അവന്റെ കണ്ണുനീര് തോരാതെ പെയ്യുന്ന ഒരു മധ്യാഹ്നത്തിൽ അവന്റെ കുരിശിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നു. ഒടുവിൽ അവൻ മരിച്ചു കിടക്കുമ്പോ വാടിത്തളർന്ന ചെമ്പിന്തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മകന്റെ മൃതദേഹത്തെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരുമില്ലാത്ത സമയമാണത്, ആരുമില്ല. ആ സമയത്തൊക്കെ മാത്രം അവൾ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ത്രീയെ മാനവരാശിക്ക് പരിചയമില്ല. നമ്മുടെ അഭിമാനം എന്തെന്നറിയാമോ? അവൾ എൻ്റെ അമ്മയാണെന്ന് പറയാനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണെന്ന് പറയാനുള്ള മഹാഭാഗ്യം കിട്ടിയവരാണ് ക്രിസ്ത്യാനികൾ. പലരും ആ ഭാഗ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിലും മഹാഭാഗ്യമാണ്. ഇത്ര പരമപരിശുദ്ധയായ, നിഷ്കളങ്കയായ, ലോകത്ത് ഒരു മനുഷ്യനും തുലനം ചെയ്യാൻ പറ്റാത്ത മഹാവിശുദ്ധിയുടെ ഔന്നത്യത്തിൽ ജീവിച്ചിരുന്ന, എളിമയുടെ നിറകുടമായിരുന്ന, അഹങ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, പാപത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്, ഒരു പരിശുദ്ധ സ്ത്രീ രത്നമാണ് എൻ്റെ അമ്മ.